ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നെയ്പ്പത്തലിൻ്റെ റെസിപ്പി ആയിട്ട് വന്നത്. നെയ്പ്പത്തൽ ചൂടാൻ വേണ്ടിയിട്ടില്ലേ, ഞാൻ പൂങ്ങലരി അല്ല എടുത്തിട്ടുള്ള, പൂങ്ങലരിയും പച്ചരി ഇട്ടിട്ടല്ല ചൂടുന്നുള്ളത്, വെറും പച്ചരിയിൽ ഞാൻ ചൂടുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടില്ലേ, പച്ചരി ഒരു 2 മണിക്കൂർ പൊയിരാൻ വെച്ചിട്ടില്ലേ, 1 മണിക്കൂറും ആവും. ബിയ്യം കിട്ടുന്നല്ല പോന്നിട്ട് നമുക്ക്. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാവും കുറച്ച് ഉള്ളി കാപ്പാതി ഉള്ളിയില്ലേ, ഉള്ളിയും പിന്നെ ചീരാനും കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് ഇടണം. വേണമെങ്കിൽ നമുക്ക് പൊടിയുപ്പ് പയ്യെ ചേർക്കാം. അതെല്ലാം ഇട്ടിട്ടായിട്ട് ഞാൻ പുതുക്കിയിട്ട് എടുക്കുന്നുള്ളത്. പിന്നെ അതിലേക്ക് പൊടിയൊന്നും മിക്സ് ആക്കിയിട്ട് എടുക്കുന്നതല്ല, കുറച്ച് അരിയണം. നല്ല അരിയാൻ കഴിയല നെയ്പ്പത്തലിന്. കുറച്ച് അരിഞ്ഞിട്ടില്ലേ, പിന്നെ ഞാൻ പുതുക്കിയിട്ടെടുത്തിട്ട് നല്ല പോലെ ഞൗണ്ടിയിട്ട് നമുക്ക് തണ്ണിയിട്ടായിട്ട് അതിനെ ഞൗണ്ടിയിട്ടെടുത്തിട്ടായിട്ട് പിന്നെ ബോൾസ് ആക്കിയിട്ട് നല്ല പൈല പരത്തിയിട്ടില്ല, ഞാൻ അച്ചിയിൽ തന്നെ പരത്തുന്ന. നല്ല പൈല പരത്തണം. പൈല പരത്തിയിട്ടില്ല, ചൂട് എണ്ണ കിട്ടുമ്പോൾ ഇല്ല അത് പൊന്തിയിട്ട് വരുന്നത്. നിങ്ങളല്ലെങ്കിൽ എന്നെ ചൂടുന്ന എല്ലാം കമൻ്റ് ആക്കണവേ. എൻ്റെ ഫുള്ള് വീഡിയോ ഇല്ലേ, ലോങ് വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണവേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ കണ്ടേ. പിന്നെ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുക. പച്ചരിയും തേങ്ങയും മിക്സ് ആക്കിയിട്ട് അരച്ചിട്ടാകുമ്പോൾ നല്ല ഉണ്ട്. പിന്നെ എൻ്റെ ഫുള്ള് വീഡിയോ വേണമെങ്കിൽ യൂട്യൂബ് ചാനലിലുണ്ട്, നോക്കിക്കോ. ഇതാ നല്ല സോഫ്റ്റായ, നമുക്ക് പച്ചരിയിൽ ഉറപ്പൊന്നും ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടീന്. അപ്പോൾ ഇത്ര തന്നെ വീഡിയോ. ബായ്, അസ്സലാമു അലൈക്കും.